വൻപയർ തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ രാത്രി തന്നെ കുതിർത്ത് വെച്ചെടുത്തതാണ്. അപ്പം രാത്രി കിടക്കുന്നതിന് മുന്നേ കുതിർത്തിട്ട് കിടക്കും. രാവിലെ ആകുമ്പോൾ ഇത് നല്ല സോക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ വെക്കുമ്പോഴാണ് നമുക്ക് പയറിൻ്റെ ഒക്കെ ശരിക്കും ഉള്ളൊരു ടേസ്റ്റ് അറിയത്തുള്ളൂ. ഇനി അഥവാ നിങ്ങൾ മറന്നാലും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, കടലയാണെങ്കിലും പയറാണെങ്കിലും എന്താണെങ്കിലും ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നന്നായിട്ട് അടച്ചു വെച്ചാൽ മതി. കുറച്ചൊന്ന് സോക്കായി കിട്ടും. പക്ഷെ നമുക്ക് ടേസ്റ്റ് എപ്പോഴും കുറേ നേരം ഒരു 5-6 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചെടുക്കുന്ന പയറിനും കടലയ്ക്കൊക്കെയാണ് കേട്ടോ ടേസ്റ്റ്. അങ്ങനെ ഞാൻ രാത്രി കുതിർത്ത് വെച്ച പയറാണിത്. അപ്പം നമുക്ക് പയറിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പയർ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ആ സമയത്ത് നമുക്ക് സമയം വെറുതെ കളയണ്ട, നമുക്ക് അരപ്പൂടെ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു വലുപ്പമുള്ള ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്, ഒരു പച്ചമുളക് ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഇവിടെ എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് പിന്നെ കുഞ്ഞിനും കൊടുക്കണ്ടോന്നാണ് കേട്ടോ ഞാനൊരു പച്ചമുളക് ചേർക്കുന്നുള്ളൂ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ചെറിയ അല്ലിയാണ് കേട്ടോ. 4-5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ മിക്സിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണ്ട കേട്ടോ, ചതച്ചുകൊണ്ട് വരാമേ. അപ്പൊ നമ്മുടെ പയറും വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഞാനിപ്പോ 2 വിസിൽ അടിച്ചാൽ മതി കേട്ടോ. അപ്പൊ എനിക്കാണെങ്കിൽ 2 വിസിൽ അടിച്ചാൽ മതി. പയർ നന്നായിട്ട് വെന്ത് കിട്ടും, ഉടഞ്ഞു പോകത്തുമില്ല. അപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാറുള്ളൂ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇരിക്കും. എനിക്ക് അധികം വെള്ളം ഒന്നും വരാറില്ല പയർ വെന്ത് കഴിയുമ്പോൾ. ഇനി അഥവാ നിങ്ങൾ വേവിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് പറ്റിച്ചെടുത്താൽ മതി കേട്ടോ. എനിക്ക് കറക്റ്റ് ആയിരുന്നു. 2 വിസിൽ അടിച്ചപ്പോൾ പയർ നന്നായിട്ട് വെന്ത് കിട്ടി. ഈ അരപ്പും അതുപോലെ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്ത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പയർ തോരൻ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു പാൻ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടാവട്ടെ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലരാണെങ്കിൽ അരപ്പ് ചതയ്ക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ ചുമന്നുള്ളി ചേർത്ത് കൊടുക്കും. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വൻപയറൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. നമുക്ക് തോരന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പയറിലെ നനമൊക്കെ ഒന്ന് പോയി ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വൻപയർ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് നമ്മുടെ വൻപയർ തോരനെ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വൻപയർ തോരൻ? അടിപൊളിയായിട്ടില്ലേ? വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുമാണ്. അപ്പൊ നിങ്ങൾ തയ്യാറാക്കി നോക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ ആരും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.